UDF സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏകദേശം പുറത്തുവന്നു. വ്യാഴാഴ്ച രാത്രിയോടെയാണ് പട്ടികയ്ക്ക് അംഗീകാരമാകുന്നത്. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഓഫീസ് മുറിയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ചേർന്ന് 3 മണിക്കൂറോളം ചർച്ച നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥി AM ആരിഫിനെ നേരിടാൻ വേണുഗോപാൽ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതോടെ മുസ്ലിം പ്രാതിനിധ്യം എന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച് നിയമസഭയിലെത്തിയ ഷാഫി പറമ്പിൽ ഇത്തവണ വടകരയിൽ നിന്നും ജനവിധി തേടുന്നത്. മണ്ഡലം കൈവിടുന്നതിൽ ഷാഫി വിഷമം അറിയിച്ചെങ്കിലും വടകരയിൽ ഷാഫിയെ അത്യാവശ്യമാണെന്ന നേതൃത്വത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങുകയായിരുന്നു. കണ്ണൂരിൽ പുതുമുഖത്തെ പരീക്ഷിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് K സുധാകരനെ നേതാക്കൾ ധരിപ്പിച്ചിരുന്നു. അതേസമയം ലോക്സഭാ മത്സരം പാർട്ടി തനിക്ക് ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണെന്നും ഷാഫി പറഞ്ഞു. വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സഖ്യകക്ഷികളോടെല്ലാം സംസാരിച്ചു നിലഭദ്രമെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. എല്ലാ പദവിയിലേക്കും പിടിച്ചുയർത്തിയത് പാർട്ടിയാണെന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം രാജ്യം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. വടകരയിലെ വോട്ടർമാർ കൈവിടില്ലെന്നും കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണെന്നും ഷാഫി വിശദമാക്കി. BJPക്ക് വേണ്ടി മത്സരിച്ച E ശ്രീധരനെ തോൽപ്പിച്ചാണ് ഇത്തവണ 3 തവണ പാലക്കാട് MLA ആയ ഷാഫി പറമ്പിൽ ഇപ്പോൾ AICC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമാണ്. മുൻ ആരോഗ്യമന്ത്രിയും ജനപ്രിയ നേതാവുമായ KK ശൈലജയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ നയമാണ് നേതാക്കൾ പാർട്ടി വിടാൻ കാരണമെന്ന് ശൈലജ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് പലപ്പോഴും അവസരവാദപരമായ നയമാണ് സ്വീകരിക്കുന്നതെന്നും ശൈലജ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.